ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ശർക്കര ഫാക്ടറിയിലോട്ടൊന്ന് പോയാലോ. ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഒരു അടിപൊളി വ്യൂ ആണ്. അതായത് ഏക്കർ കണക്കിന് കരിമ്പ് അങ്ങനെ നട്ടിട്ടേക്കുന്നതാണ് കേട്ടോ. ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത്. രണ്ടാമത് ഈ കാണുന്ന ഈ ഒരു കുടിരി കണക്കത്തെ ഇതിലാണ് പണ്ട് ശർക്കര ഉരുട്ടി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊരു ഫാക്ടറി, വലിയൊരു ഫാക്ടറിയിലോട്ട് മാറ്റി. നമ്മൾ ആദ്യം ചിലപ്പോൾ തന്നെ കാണുന്നത് ടൺ കണക്കിന് കൊണ്ടുവന്ന ഈ കരിമ്പ് ഒരു മെഷീനിലോട്ട് കയറ്റി അതിൻ്റെ ചാറ് പിഴിഞ്ഞ് എടുത്ത് അത് വേറെ ഒരു വലിയ ടാങ്കിലോട്ട് മാറ്റുന്നതാണ്. രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു വലിയ അതിന് ആവശ്യാനുസരണം മാത്രം വലിയൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് മാറ്റി അത് കുറുകി ഒരു ചെറിയൊരു ഖരാവസ്ഥയിലോട്ട് മാറുമ്പോൾ ഈ കാണുന്ന ഒരു പ്ലേറ്റിൽ അത് മാറ്റി അത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ അതിനെ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ പല പല ഷേപ്പിലോട്ടൊക്കെ മാറ്റുന്നതാണ് കേട്ടോ. അതിനൊരു ചെറിയ പീസ് എടുത്ത് അച്ചാച്ച അമ്മയ്ക്ക് കൊടുത്ത് കഴിച്ച് നോക്കാനായിട്ട്. അമ്മ കഴിച്ച് നോക്കിയിട്ട് അപ്പം അമ്മയുടെ അഭിപ്രായം അറിയാമേ. അമ്മ പറയുന്നത് അടിപൊളി ടേസ്റ്റ് എന്നാണ് കേട്ടോ. അമ്മ പറയുന്നത് അവിടെ നിരത്തി വെച്ചേക്കുന്ന പ്ലേറ്റ് എന്ന് വെച്ചാൽ ഉരുട്ടി എടുത്തിട്ട് ശർക്കര 1 കിലോ കണക്കിന് ഉരുട്ടി എടുത്തിട്ട് അതങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അത് അച്ചാച്ച കൊണ്ടുവന്ന് ഈ ഒരു മെഷീൻ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ പല പല ഷേപ്പിലോട്ട് മാറ്റുന്ന മെഷീൻസാണ് കേട്ടോ കാണിച്ചു തന്നത്. ഈ ഒരു സാധാരണ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ശർക്കര ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ അവിടെ മറയൂർ പോകുമ്പോൾ മാത്രമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലുള്ളത് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തേതായി തുടങ്ങി. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേച്ചിമാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടപ്പോഴേ എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. 50-100 കണക്കിന് കിലോ കണക്കിന് അവർ കയറ്റി അയക്കാനായിട്ടുള്ളതാണ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു തീർന്നപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന കരിമ്പ് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം അതൊന്നൊരു കരിമ്പ് എടുത്ത് കഴിക്കണമെന്ന്. അങ്ങനെ അച്ചാച്ച അതെന്ന് എനിക്കും അമ്മയ്ക്കും 1-2 കരിമ്പ് എടുത്തു തന്നെ കേട്ടോ. അങ്ങനെ അത് നമ്മൾ പറിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് പായസത്തിനായിട്ടുള്ള പൊടിയായിട്ട് ശർക്കര ഇട്ടും അല്ലെങ്കിൽ കട്ടയായിട്ട് അങ്ങനെ ഓരോ ഇതിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 5 കിലോ ശർക്കരയും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നതാണ്. കാരണം ഇന്നലെ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് പോകുന്ന വഴിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വഹവിക്കാതെ നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിക്ക് കുടിൽ ഹൗസ് അങ്ങനെയൊക്കെ കുറച്ച് അടിപൊളി വ്യൂവും കണ്ട് നേരെ വീട്ടിലേക്ക് നടന്നു കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.